ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. പലരും പലതവണ പറഞ്ഞ കാര്യം തന്നെയാണ് സൈബർ തട്ടിപ്പിനെ കുറിച്ച് തന്നെ. ബാങ്കുകൾ സൈബർ തട്ടിപ്പിനെ കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് മുന്നറിയിപ്പ് നൽകിയത്. പക്ഷേ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് വരെയുള്ള സൈബർ തട്ടിപ്പുകൾ വ്യാപകമായ സാഹചര്യത്തിൽ UAE സൈബർ സെക്യൂരിറ്റി കൗൺസിലും ഇക്കാര്യത്തിൽ പുതിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വീണ്ടും പറയുന്നത്. ഇപ്പോൾ നമ്മുടെ സ്വകാര്യ ഫോട്ടോകളും വീഡിയോകളും ഓൺലൈനിൽ പങ്കിടുന്നത് ഒരു ഹോബിയായി മാറിയിരിക്കുന്ന കാലമാണ്. ഇതിൻ്റെ അപകട സാധ്യതകളാണ് CSE ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ ലാഘവത്തോടെ ആയിരിക്കും നമ്മൾ നമ്മുടെ കുടുംബത്തോടൊപ്പമുള്ള സെൽഫികൾ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് മതി ഹാക്കർമാർക്ക് നിങ്ങളുടെ സ്വകാര്യതയിൽ വലിഞ്ഞു കയറാൻ. ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രായം, കുടുംബം, ബയോമെട്രിക് ഡാറ്റ, ലൊക്കേഷൻ, തൊഴിൽ എന്ന് വേണ്ട നിങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച വിവരങ്ങൾ പോലും ഹാക്കേഴ്സിന് ഇതിലൂടെ സ്കാൻ ചെയ്ത് മനസ്സിലാക്കാൻ കഴിയും. ഇത് മതി അവർക്ക് നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും പണം കവരാനും സുരക്ഷാ ഭീഷണികൾക്കും എന്ന് മാത്രമല്ല തൊഴിൽപരമായ സുരക്ഷയ്ക്ക് വരെ ഇത് അപകടകരമായിരിക്കുമെന്നാണ് സൈബർ സെക്യൂരിറ്റി കൗൺസിൽ മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ ഫോട്ടോകളും വീഡിയോകളും മറ്റും സ്വകാര്യ വിവരങ്ങളും സൂക്ഷിക്കുമ്പോൾ എൻസ്ക്രിപ്ഷനും ശക്തമായ സുരക്ഷാ ഫീച്ചറുകൾ ഉപയോഗിച്ച് അവ ലോക്ക് ചെയ്യണമെന്നാണ് നിർദ്ദേശം. ഇതിനായി ഫോണിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് പോയി അത് ലോക്ക് ചെയ്യേണ്ടതാണ്. ഒരു പാസ്കോഡ് കൂടി നൽകുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ സ്വകാര്യതാ ക്രമീകരണങ്ങൾ നോക്കി അപ്ഡേറ്റ് ചെയ്ത് ആർക്കൊക്കെ അതിൻ്റെ ഉള്ളടക്കം കാണാനാകുമെന്ന് പ്രത്യേകം പരിശോധിക്കേണ്ടതുമാണ്. അതുപോലെ നിങ്ങളുടെ ഫോട്ടോകളിലും വീഡിയോകളിലും ലൈസൻസ് പ്ലേറ്റുകൾ, റെസിഡൻഷ്യൽ അഡ്രസ് പോലെയുള്ള സുപ്രധാന വിവരങ്ങൾ ഉൾപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുവഴിയും നിങ്ങൾ കബളിപ്പിക്കപ്പെടാൻ ഏറെ സാധ്യതയുണ്ട്. പിന്നെ പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു കാര്യം, സെൻസിറ്റീവ് ഫോട്ടോകളും വീഡിയോകളും ഒന്നും നിയന്ത്രണമില്ലാതെ ആർക്കും കാണാവുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാതിരിക്കണം. അവ എല്ലാവരിലേക്കും പങ്കിടുന്നത് തടയുന്നതിനായി ഒരു ക്ലൗഡ് സോഫ്റ്റ്വെയറുമായും നിങ്ങളുടെ വീഡിയോകളും ഫോട്ടോകളും ഓട്ടോമാറ്റിക്കായി സിങ്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങളുടെ അക്കൗണ്ടുകൾ സൈബർ ആക്രമണത്തിന് ഇരയാകുന്നത് ഒഴിവാക്കാനായി ദുർബലമായതോ വീണ്ടും ഉപയോഗിച്ചതോ ആയ പാസ്വേഡുകൾ ഉപയോഗിക്കരുത്. വ്യത്യസ്ത ചിഹ്ന നമ്പറുകൾ സംയോജിപ്പിച്ച് 12 ക്യാരക്ടേഴ്സ് ഉള്ള പാസ്വേഡ് തന്നെ നൽകണമെന്നും ഇതുതന്നെ ഇടയ്ക്കിടെ അപ്ഡേറ്റ് ചെയ്യണമെന്നുമാണ് UAE സൈബർ സെക്യൂരിറ്റി കൗൺസിൽ ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അബദ്ധം പറ്റുന്നതിന് മുമ്പ് വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുക. പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ടോ കരഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല. നമ്മൾ നോക്കേണ്ടത് നമ്മൾ തന്നെ നോക്കണം.